മോർണിംഗ്. ഞാനിവിടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക, കട്ടൻ കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം 5 മണി. അങ്ങനെ എല്ലാവരും കുളിച്ച് റെഡിയാവുന്നു. ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. റൂമിന്റെ ബാക്ക് സൈഡിലുള്ള വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമുണ്ട് ഇവിടെ. ഇതുണ്ട്, രണ്ടും പച്ചയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. നോക്കൂ, പച്ചക്കുതിരകൾ. Wow, what a wonderful sight. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ഇന്നെ കണ്ടോ, സ്വെറ്ററൊക്കെ ഇട്ട് ക്യൂട്ടായിട്ട്. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലെത്തി. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ബസ്സിലായിരിക്കും ബാക്കിയുള്ള ചുറ്റി കാണുന്നത്. ഫുൾ ഈ ബസ്സിലായിരിക്കും. ഇവിടെ ഒരു വൈറ്റ് ബസ് ഉണ്ട്, അതിലായിരിക്കും നമ്മൾ ബാക്കി ഫുൾ ചുറ്റി കാണുന്നത്. നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ് അല്ലേ ആമി? ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് എടുത്തത്, അത് കാരണം നമുക്ക് വേഗം ചെയ്യാൻ പറ്റും, വേഗം കയറാൻ പറ്റും. ഇന്നലെ രാത്രി തന്നെ ഒരു ഓൺലൈനിൽ ബുക്ക് ചെയ്തു. വെയിറ്റിംഗ് ഫോർ ബസ്സാണ്. ഒരു ബസ് വന്നു, അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് റെഡി. ഞാൻ ആമി അര സീറ്റില്, അഗീം വേദു റെഡി. മൃഗങ്ങളെ കാണാൻ വെയിറ്റിംഗ് ആണ്. ബസ്സിൽ പോകാൻ പോവാണ്. ബസ് ഫില്ലായിക്കൊണ്ടിരിക്കുക. ഒരു ബസ്സിൽ 25 ആൾക്കാരെ പറ്റും. നമ്മൾ തന്നെ ഉണ്ട് 11, ബാക്കി ആൾക്കാർ ഫില്ലായിക്കൊണ്ടിരിക്കുക. ആമി ഇവിടെ ഇതേ സൈഡ് സീറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുക വരയാടിനെയൊക്കെ കാണാൻ. അവിടെ ചിലപ്പം ആനയൊക്കെ കാണും. പേടിയാണോ ആനയെ? വണ്ടി നീങ്ങി തുടങ്ങി. അങ്ങനെ നമ്മൾ എത്തി. ഇനി നമുക്ക് നടന്നു പോകാനാണുള്ളത്. കുറച്ച് ദൂരം, 1 കിലോമീറ്റർ നടക്കണം. അതല്ല, അവര് ഫോട്ടോ എടുക്കാൻ നോക്കിക്കൊണ്ട് അല്ല, തല മാത്രമേ ഉള്ളൂ, അത് മാത്രം വെട്ടി വെച്ചേക്കണം. കുറേ നടന്നു, കുറച്ച് ഫോട്ടോ എടുത്തു, വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാണ്ട്. ചെറിയ അമ്പലം, ചെറിയ അമ്പലം. ഇതാണ് നീലക്കുറിഞ്ഞി പോകുന്ന സ്ഥലം, ഗാർഡൻ. നോക്കൂ, ഫോട്ടോഷൂട്ട്. നടക്കൂ, ഷോരാ വാക്കരോ. നല്ല വെള്ളം. ക്ഷീണിച്ചോ നടന്നിട്ട് കുറേ ദൂരം. പക്ഷെ തണുപ്പുള്ളത് കാരണം വലിയ ക്ഷീണം തോന്നണില്ല, വേർക്കണില്ല, നല്ല സുഖമുണ്ട്. പക്ഷെ ആമി ക്ഷീണിച്ചേ.
ആമി ക്ഷീണിച്ച് നടക്കുക. 9:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ നേരത്തെ വന്നതാ. ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വേഗം നടത്തിക്ക. ഒന്നുമില്ല ഇവിടെ. ഐസ്ക്രീം കേട്ടാൽ ആരുടെ കൂടെയും പോകുന്ന ആമി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായി. നമ്മൾ അതിസാഹസികമായ യാത്രയായിരുന്നു. 1 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞാൽ അതിദുഷ്കരവും. ആളുകളുടെ ഇടയിൽ കൂടെ വേണം നടക്കാനായിട്ട്. അല്ല, ആളുകളുടെ ഇടയിൽ കൂടെ വേണം നടക്കാനായിട്ട്. കൊറേ ആടിനെ കണ്ടു, കൊറേ റോട്ടിലൊക്കെ ഇറങ്ങി വന്നു. നൈസ് എക്സ്പീരിയൻസ്. ഞങ്ങൾ മറയൂര് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു വഴിയിൽ ഇതേ ലക്കം വാട്ടർഫാൾസ് കാണുന്നു. പുറത്തുനിന്ന് കണ്ടിട്ട് നല്ല രസമുണ്ട്. നമുക്ക് അകത്ത് കയറി കണ്ടു നോക്കാം. ഉള്ളിൽ നോക്കാം. ഉച്ചയായി. ഇപ്പം സമയം 11:30. ഉച്ച ആവുന്നേ ഉള്ളൂ. ഇതേ ആമി ഇത് നല്ല ചൂടുണ്ട്, കുറച്ച് ചൂടുണ്ട്. തണുപ്പൊക്കെ പോയി. ഉച്ചയാവുന്ന കാരണം തണുപ്പൊക്കെ പോയി. ഇപ്പം ഞങ്ങൾ വാട്ടർഫാൾസിൽ പോകുന്നു. സൗണ്ട് കേട്ടില്ലേ നിങ്ങൾ? ഇവിടെ കണ്ടോ, ക്യാഷ് പേയ്മെന്റ് ഇല്ല, ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ വാട്ടർഫാൾസ് കാണിച്ചത്. നല്ല തണുപ്പ്. മീൻ വാട്ടർഫാൾസ് അടിപൊളിയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. പിന്നെ നല്ല തിരക്കുമായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ മറയൂര് പോകാൻ പോവാം. വണ്ടി പാർക്കാനൊന്നും സ്ഥലമേ ഉണ്ടായിരുന്നില്ല. ദൂരെ കൊണ്ടുപോയിട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുക. ഭയങ്കര തീറ്റയാണ്. നോക്കൂ, മാങ്ങ ഒരു കയ്യിൽ പേരയ്ക്കാം, പൈനാപ്പിൾ. ഇതൊക്കെ മറയൂർ ചന്ദനമാണ്. ചന്ദന റിസർവ് ഫോറസ്റ്റ് കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂർ ശർക്കര ഫാക്ടറിയിലാണ്. നമുക്ക് ശർക്കര ഒക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആമിക്കുട്ടി ശർക്കരപ്പാനി ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ആമി ആമി എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? ഞങ്ങളിപ്പോ കരിമ്പ് ജ്യൂസ് കഴിക്കാൻ പോകുന്നു. ഹലോ, ഇപ്പൊ ഭയങ്കര വെയിലാണ്. ഞങ്ങൾ ഇവിടെ സ്ട്രോബെറി അറിയാതെ ഞങ്ങൾ നെറ്റില്ല, കിട്ടണില്ല. സ്ട്രോബെറി ഫാം അന്വേഷിച്ച് കുറേ നടക്കുന്നു, അത് കാണുന്നില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു മുനിയറ എന്നിട്ട് വന്നിട്ടുണ്ട്. ആനക്കോട്ട പാർക്ക് ആൻഡ് ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, മുനിയറ എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെയാവും കറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. ഒരു സ്ത്രീ ഉണ്ട്. ഇതാണ് മുനിയറ. അങ്ങനെ 3 മുനിയറയാണ് ഇവിടെ ഉള്ളത്. This is the മുനിയറ. അങ്ങനെ കുറേ ഞങ്ങൾ ചുറ്റി. അങ്ങനെ ഒരു സ്ഥലം കാണാൻ കിട്ടി. രാജീവ് ഗാന്ധി നാഷണൽ പാർക്കാണിത്, നേച്ചർ പാർക്കാണിത്.
ഇവിടെ എന്തൊക്കെയോ കുറേ കളിക്കാനും നല്ല തണലുള്ള പ്ലേസൊക്കെ ഉണ്ട്. ഞങ്ങളിത് കൂടെ ഇങ്ങനെ വന്നു. ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. ഇവര് ഹാപ്പിയായി അല്ലേ ആമി? ആമി ഹാപ്പി അല്ലേ? അല്ലേ? ഹാപ്പി. ഞാൻ ആടിയിട്ട് എന്റെ കൈ മുറിഞ്ഞു. ഒരു അടിപൊളി പാർക്കാണിത്. പക്ഷെ ഇവിടെ ആരും തിരക്കോ ഒന്നുമില്ല. നല്ല സുഖമായിട്ട് നമുക്കിവിടെ കളിക്കാം, നിറയെ ഫോട്ടോസ് എടുക്കാം, നല്ല സ്ഥലങ്ങളുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആണ്. നിറയെ ആൽമരമൊക്കെ നിന്നിട്ട് നല്ല ഭംഗിയാണ്. അച്ഛൻ എന്താ മാഗി കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുന്നു. അവർ മാഗി ഉണ്ടാക്കുന്നേ ഉള്ളൂ. നോക്കൂ, അച്ഛന് മാഗി കിട്ടി. അവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. തേയിലത്തോട്ടം നോക്കി പ്രകൃതി രമണി ആസ്വദിച്ച് കഴിക്കുന്ന. പേര് ഇറങ്ങിയല്ലേ? സുഖമായിട്ട് ഇറങ്ങി. ആമി ഛർദിച്ച് ക്ഷീണിച്ചു. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് അവസാനം പോണത്. ഇന്നത്തെ ലാസ്റ്റ് ലൊക്കേഷൻ. ലാസ്റ്റ് ലൊക്കേഷൻ. ആ സ്വെറ്റർ എടുത്തോ, സ്വെറ്റർ എടുത്തോ. 7 മണിയുടെ മ്യൂസിക്കൽ ഫൗണ്ടനും ഉണ്ട്, 8 മണിയുടെ ഉണ്ട്. ഇപ്പം നമ്മൾ എത്തിയപ്പോൾ 7:10 ഇപ്പം നമ്മളിനി 8 മണിയുടെ കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആന ചെവി ആട്ടുന്നത് കാണാൻ പോകുന്നു. അഗി അവിടെ ആന ചെവി ആട്ടുന്നു, ഇവിടെ അഗി അത് വേദു ആമി ചെവി ആട്ടും. എല്ലാരും ക്ഷീണിച്ചു. അപ്പോൾ ഓരോരുത്തരും അവിടെ പോയി ഇരിക്കുക. അമ്മൂമ്മയും അപ്പൂപ്പനും ശരിയമ്മയും പ്രേമാമനും. അപ്പം നമ്മളും അവിടെ പോയി ഇരിക്കാൻ പോവാം. 8 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്, അപ്പം അത് കാണണം. പിന്നെ എല്ലാവരും മ്യൂസിക്കൽ ഫൗണ്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവിടെയാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ, ആ ബ്ലൂ കളറിലെ റെക്റ്റാങ്കിൾ ഭാഗം. അങ്ങനെ മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചു. ഞങ്ങൾ റൂമിലേക്ക് പോവാം. റൂമിലേക്ക് പോയി കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി കഴിക്കാൻ പോകും. ഓക്കെ, ഞങ്ങളിവിടെ കഴിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ. ഞങ്ങൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ റൂമിലിരിക്കുക. നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരും. എല്ലാവരും ക്ഷീണിച്ചു, അപ്പോൾ നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.